മരണങ്ങളുടെ ആഘോഷ കമ്മിറ്റിക്കാരായ കോൺഗ്രസുകാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഒച്ചയെടുത്ത് ബഹളം കൂട്ടി ആകെ അലമ്പാക്കി വിളിച്ചു കൂവുന്ന ചില പച്ച നുണകളുണ്ട്. അതിലൊന്നാണ് ചക്കിട്ടപ്പാറയിലെ വികലാംഗനായ വ്യക്തിയുടെ ആത്മഹത്യ. ഈ അടുത്ത ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസുകാർക്ക് ഒരു ജീവൻ കിട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു പോലെ തന്നെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ കച്ചവടത്തിനുള്ള ഉപകരണം കിട്ടിയേ എന്ന സന്തോഷത്തിൽ ഇറങ്ങും. നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരൻ വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു വ്യക്തി മരിച്ചതിന് പിന്നാലെ ഇതുപോലെ ആഘോഷ കമ്മിറ്റിയുമായി ഇറങ്ങി. അതുപോലെയാണ് മനോരമ ചാനൽ ചർച്ചയിൽ. പക്ഷെ തേഞ്ഞുപോയി. ചില സത്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ദൃശ്യമായി അവശേഷിക്കും. അപ്പോ മനോരമ ചാനൽ ചർച്ചയിൽ നിന്ന് തുടങ്ങാം. ജിൻഡോ ജോൺ എന്ന പുതിയ വിടുവായൻ ചാവേർ, എവിടെയും എപ്പോഴും ഉത്തരമില്ലെങ്കിലും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്ന ചാവേറിന്റെ പ്രകടനത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. തെളിയിക്കാൻ പറ്റും. മിണ്ടാതിരിക്കും, ഞാൻ തെളിയിക്കാം. വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. മിണ്ടാതിരിക്കും, ഞാൻ തെളിയിക്കാം. തെളിയിച്ചാൽ ജിൻഡോ പറയുന്ന പണി ഞാൻ എടുക്കും. കേട്ടല്ലോ, ചക്കിട്ടപ്പാറ മരണത്തിന്റെ വ്യവസായികളായ ഞങ്ങൾക്ക് അവിടെ ഒരു മരണം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് രാഷ്ട്രീയ കച്ചവടവും 4 ഓട്ടം. അവിടെയാണ് മൊത്തത്തിൽ അലമ്പാക്കി എന്തൊക്കെയോ വിളിച്ചു കൂവുന്നത്. അതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: പറയുന്ന സത്യം പുറത്ത് കേൾക്കരുത്. അതാണ് കനകോലു തന്ത്രം. നുണ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചക്കിട്ടപ്പാറയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന എസ് കെ സജീഷ് പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കാതിരിക്കണം. അങ്ങനെയാണ് വെല്ലുവിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തത്. ആ വെല്ലുവിളി ഏറ്റെടുത്തതിന് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുത മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു. ആ വികലാംഗന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതാണെന്നുള്ള പച്ച നുണ അല്ലെങ്കിൽ പെരുങ്കള്ളം മാധ്യമങ്ങൾ തന്നെ പൊളിച്ചു കൊടുക്കുന്നത് ഒന്ന് കണ്ടേ. കോഴിക്കോട് ആത്മഹത്യ ചെയ്ത ഭിന്നശേഷിക്കാരനായ ജോസഫ് പെൻഷൻ തുക കൈപ്പറ്റുന്നതിന്റെ ദൃശ്യം പുറത്ത്. തന്റെയും മകളെയും പെൻഷൻ തുകയാണ് കഴിഞ്ഞ മാസം അവസാനം ജോസഫ് കൈപ്പറ്റിയത്. 6400 ഉണ്ട് കേട്ടോ. 400 1 2 3 4 5 6 7 8 9 10 11 12 1000 അല്ല 2000 3000 4000 5 6. ഓക്കെ. തന്റെ അസുഖത്തെക്കുറിച്ചുൾപ്പെടെ ജോസഫ് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് പണം വാങ്ങിയത്. ഇതേ വാദമാണ് പഞ്ചായത്തും മുൻപോട്ട് വെക്കുന്നത്. പിടിക്കും. പിന്നെ എന്തിനാ പിടിക്കുക? തന്നെ ഒന്ന് പിടിച്ചായിരുന്നു. എങ്ങനെ പറ്റാൻ പിടിപ്പിച്ചോളൂ. കണ്ടല്ലോ, കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തു. അതും പോരാഞ്ഞിട്ട് ആ അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ പണവും കൊടുത്തു. അങ്ങനെ അച്ഛനും മകൾക്കും കൂടി കഴിഞ്ഞ മാസം ക്ഷേമ പെൻഷൻ ഇനത്തിൽ മാത്രം കിട്ടിയത് 6400 രൂപയാണ്. ഇതിനു പുറമെ 5000 ചില്ലുമാനം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ 11000 രൂപ ആ കുടുംബത്തിന് കഴിഞ്ഞ മാസം മാത്രം ഈ സർക്കാർ എത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ പച്ച നുണ പറയേണ്ടതുണ്ടോ? ആ പച്ച നുണ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തേ എന്നൊരു വാക്ക് വിളിച്ചാൽ, സുഹൃത്തേ എന്ന വാക്ക് വിളിച്ചാൽ അതുപോലും ദഹിക്കില്ല. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പച്ച കള്ളം പറയാൻ ശ്രമിക്കുമ്പോഴാണ് സുഹൃത്തേ. ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ പേര് പറയുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തേ, മാഷേ, ചേട്ടാ, ചേച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്ന വാക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ബോറൻ സാധനമാണെന്ന് അവൻ ആ ചർച്ചയിൽ തെളിയിച്ചു. ഒന്നും മിണ്ടാതിരിക്കുന്നു. ഞാൻ പറയട്ടെ, താങ്കൾ തോന്നിയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? കള്ളമാണെങ്കിൽ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ സത്യം പറയുന്നൊന്ന് കേൾക്കൂ. എന്നെ സുഹൃത്തൊന്നും വിളിക്കാൻ, ഞാൻ താങ്കളുടെ സുഹൃത്തൊന്നുമല്ല. ഞാൻ താങ്കളുടെ സുഹൃത്തല്ല. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് സൗഹൃദമാണുള്ളത്? കേട്ടല്ലോ, ഇമാതിരി ഊളകളാണ് ചാനൽ ചർച്ചയിൽ പോകുന്നത്. കള്ളങ്ങൾ ഒച്ചയെടുത്ത് നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞ് സമർത്ഥിക്കുക. ആ ഒച്ചയെടുത്തുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ എന്തോ ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കുക. അങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ നമുക്ക് നാട്ടുകാരെ മുഴുവൻ ചാനൽ ചർച്ചയിലിരുന്ന് തെറ്റിദ്ധരിപ്പിക്കാം. അതാണ് ലക്ഷ്യം. അതുകൊണ്ട് എന്ത് മറുപടി പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ കയറി അലമ്പാക്കി വസ്തുത പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത കാട്ടണം എന്നുള്ളതാണ് കനകോലു സിദ്ധാന്തം. കനകോലു സിദ്ധാന്തമാണ് ചാനൽ ചർച്ചകൾ നടപ്പാക്കുന്നത്. വസ്തുതകൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെയൊക്കെ പുറത്തു വരും. ഇനി
ഇനി നിങ്ങൾ പറയൂ, എന്തിന് ഒരു മരണമുണ്ടായപ്പോൾ അയാൾ വാങ്ങിയ കാര്യം, അയാൾക്ക് കിട്ടിയ കാര്യം, ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്നൊരു പച്ച നുണ ഇവർ പറഞ്ഞുണ്ടാക്കാൻ കാരണം? ഒരു മനുഷ്യന്റെ ജീവനല്ലേ? ആ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാര്യങ്ങൾ തേടി അതിന് പരിഹാരമുണ്ടാക്കാതെ അത് വച്ചിട്ട് നമ്മൾ മരണത്തിന്റെ വ്യാപാരി പോലെ കച്ചവടം നടത്തി നാല് വോട്ട് തട്ടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഇവരൊക്കെ മനുഷ്യരൂപമുള്ളവർ മാത്രമാണ്, മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്.